ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറിയൊരു ബിരിയാണി റൈസ് പോലെ നമ്മൾ ഉണ്ടാക്കുകയാണ്. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് പച്ചമുളകും സവാളയും എടുത്തുകൊണ്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മളുടെ സവാളയും പച്ചമുളകും നല്ലതുപോലെ വാട്ടി വരണം. അപ്പം അടി ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കരിഞ്ഞതല്ല അത്, പക്ഷെ ഒന്നും മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നല്ലതുപോലെ ഒന്ന് വാടിയിട്ടുണ്ടായിരിക്കണം. അതിലേക്ക് ഞാൻ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ വെളുത്തുള്ളി ഒരു 5-6 അല്ലി ഒന്ന് ചതച്ചിട്ട് അത് ചേർത്തി കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ട് തന്നെ ചേർത്തണമെന്നൊന്നുമില്ല. പേസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് വെച്ചെങ്കിൽ അതൊരു ടീസ്പൂണ് രണ്ടും കൂടി ചേർത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ തക്കാളി ഒരു 3 എണ്ണം നല്ലതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളത് അത് ചേർത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ അതിലോട്ട് ഗരം മസാല പൊടി ഒരു നുള്ള്, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ്, പിന്നെ മുളക് പൊടി അത് 1 ടീസ്പൂണ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പിന്നെ മല്ലിയില അതുപോലെ തന്നെ പുതിന ഇല ചേർത്തി കൊടുക്കുന്നു. ഇപ്പം ഞാൻ മല്ലിയില ചേർത്തിയിട്ടില്ല, കാരണം ഉണ്ടായിരുന്നില്ല. പുതിന ഇല ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വാടി വന്നതിന് ശേഷം നമുക്ക് അരിക്കനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തി കൊടുക്കുക. അപ്പം ഞാൻ സാധാരണ അരി കുതിർത്തി ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കാറ്, റൈസൊക്കെ ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം ഞാൻ അരി കുതിരാനൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ ഡയറക്റ്റ് കഴുകിയിട്ട് അങ്ങനെ വെക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം നമുക്ക് അരിയിലേക്ക് വേണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലോട്ട് ഞാൻ അരി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ബിരിയാണി അരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു നേരത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ്. ചെറിയൊരു ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തിന് ഇത് ധാരാളം മതിയാവും. അപ്പോൾ അരിയെല്ലാം നല്ലതുപോലെ ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നല്ലതുപോലെ ഒന്ന് അരി തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് അരി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ എപ്പോഴും അടിഭാഗം ചോറ് അടി പിടിക്കാതെ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും അടച്ചു വെക്കുക. അതിന് ഒരുവിധം ഒന്ന് ഇത്തിരി വേവ് ഒന്ന് ഇതായി എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടാം. ഇനിയിപ്പോൾ വെള്ളം നമുക്ക് കുറവാണ്, അരി തീരെ അങ്ങോട്ട് അതായത് വേവ് ആവൂല, കറക്റ്റായിട്ട് വെന്ത് വരൂല എന്നുള്ള ഒരു ഇതൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വെള്ളം ഒന്ന് തിളച്ച് ഒന്ന് ഇത്തിരി ലെവലാവണം. ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സിമ്മിൽ വെച്ചും കണ്ട് നല്ലതുപോലെ അടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ അമർത്തി വെച്ചോന്ന് വെച്ചാൽ നമ്മളുടെ റൈസ് വെന്ത് കിട്ടും കേട്ടോ. അപ്പം ഞാനിതാ നല്ലതുപോലെ റൈസൊക്കെ ഇളക്കി കൊടുത്ത് ഇതാക്കിയതിന് ശേഷം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റൈസ്. എൻ്റെ റൈസും അത്യാവശ്യം എന്തെന്നാ പറയുക, ഇത്രയും പെരുക്കമുള്ള റൈസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ച വെള്ളം ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇടയിൽ ചുടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ, നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. വേവിച്ചെടുക്കുമ്പോൾ ഇതേപോലെ നമ്മൾ അടി ഇടക്ക് തുറന്നിട്ട് ഇളക്കണില്ല വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടി കട്ടിയില്ലാത്ത പാത്രം കൂടി ആയി എന്ന് വെച്ചാൽ എളുപ്പമാണ്. അപ്പോൾ നല്ലതുപോലെ അടച്ചു വെച്ചുകൊണ്ട് ഇടയിൽ ഞാൻ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസിലേക്ക് ഒരു ഫ്ലേവറിനും മണത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ മാത്രമല്ല നെയ്യും കൂടി ചേർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തപ്പോൾ നമ്മളുടെ റൈസ് റെഡിയാണ് കേട്ടോ. നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം കൂടി പോവുക അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. നല്ല ഡ്രൈ ആയിട്ട് ഒന്ന് പറഞ്ഞ് വിട്ട് നിൽക്കുന്ന അരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ചോറ് നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും അത്യാവശ്യം നല്ല എങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരിക, നമ്മൾ പാലക്കാട് ദം ബിരിയാണി കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് പക്ഷെ
നമുക്ക് തൈരും കാര്യങ്ങളൊന്നും ചേർത്തി കൊടുത്തിട്ടില്ല, മല്ലിയില ചേർത്തി കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ ചെറിയുള്ളി ചേർത്തി കൊടുത്തിട്ടില്ല. അത് അല്ലാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കോ അല്ലാച്ചെങ്കിൽ ഈവൻ ഒത്തിരി വിരുന്നേരൊക്കെ വരികയാണ്, നമ്മളുടെ കയ്യിൽ റൈസ് ഉണ്ട്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, എന്താ പറയുക മല്ലിയിലയോ പുതിനയിലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഒരു സ്പെഷ്യലായിട്ടൊരു റൈസ് ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇവിടെ എന്തായാലും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമായി, തികയാണ്ടാ വന്നത്. ഞാൻ ഒരു നേരത്തിന് ഉണ്ടാക്കി, പിന്നെ ഞങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ടി വന്നു വീണ്ടും. അത്രയും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് അവർ കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്തൊരു റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ സമയമില്ലാത്ത നേരത്തൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു തൈരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇത് രണ്ടും കൂടിയിട്ടാവുമ്പോൾ തന്നെ അടിപൊളി കിടിലൻ കോമ്പിനേഷനാണ്. എരിവും ഒക്കെ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നല്ല കോമ്പിനേഷനോടെ കഴിക്കാം, ഇഷ്ടാവും ചെയ്യും. അപ്പം എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ പുതിയ ഫോളോവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.